മക്കളെ എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി നമുക്ക് മലയാളത്തിന്റെ പരീക്ഷകളാണ് ബാക്കിയിരിക്കുന്നത്. രണ്ടും ഒരു ദിവസമാണ്. മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമ്മൾ ഒന്നിച്ച് പഠിക്കണം അല്ലെ. എന്തിനാണ് ടെൻഷൻ? നമ്മളിവിടെ ഇല്ലേ? സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. മലയാളം ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും ഒക്കെ നമ്മൾ തകർത്ത് സൂപ്പറാക്കി അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യത ചോദ്യമാണ് ടീച്ചർ മക്കളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തഥാഗത എന്ന് പറയുന്ന പാഠഭാഗം ഓർമ്മയില്ലേ? അഷിത എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയ വളരെ മനോഹരമായിരിക്കുന്ന ഒരു കഥാഭാഗമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സാധ്യതയുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. അപ്പൊ പാഠഭാഗം എന്തായിരുന്നു? ഓർമ്മകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൽ എന്ന സഹായതകളെ അല്ലെ ഭാവപൂർണതയോടെ ആവിഷ്കരിക്കുന്ന ഒരു കഥാഭാഗമാണ് തഥാഗത എന്ന് പറയുന്ന കഥ. ഇതിലൊരു അമ്മയും മകളുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത്. അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം ബാധിച്ച് ഓർമ്മകൾ നഷ്ടപ്പെട്ട് മകളെ പോലും മറന്നുകൊണ്ടിരിക്കുന്ന അമ്മയും അതേപോലെ അമ്മയുടെ ഓർമ്മകളിൽ താൻ ഇല്ലല്ലോ എന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെയുമാണ് കഥയിൽ നമ്മൾ കാണുന്നത് അല്ലെ. ഇപ്പൊ സൂക്ഷ്മമായ ജീവിത നിരീക്ഷണം ആഖ്യാനത്തിൽ വളരെ നൈർമല്യമായിട്ടുള്ള ഈ കഥയെ എന്ത് ചെയ്യാണ് വേറിട്ടൊരു ഭാവത്തിൽ വളരെ സങ്കടം തോന്നുന്ന, നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ കഥയെ അവതരിപ്പിച്ചിരിക്കുന്നത്. എക്കാലവും തന്നെ ചൊല്ലി വേവലാതിപ്പെട്ട ഒരു അമ്മയെ മകള് ഓർമ്മയിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ രോഗം ബാധിച്ച അമ്മയുടെ ഓർമ്മകളിൽ നിന്നുള്ള പിന്മടക്കം മകളെ എന്ത് ചെയ്യാണ് ഭീകരമായ രീതിയിൽ അല്ലെ ഭൂതകാല അസ്തിത്വത്തെ കൂടെ എന്ത് ചെയ്യാണ് അപകടപ്പെടുത്തുന്നതായിട്ട് മകളെ തിരിച്ചറിയാണ് അല്ലെ. അപ്പൊ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളായി അമ്മയുടെ ഓർമ്മകളിൽ അല്ലെ നിലനിൽക്കാൻ, അമ്മയുടെ ഉത്കണ്ഠകളിലും അമ്മ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് ആകുലപ്പെട്ടത് ആരെ കുറിച്ചാണ്? മകളെ കുറിച്ചാണ്. ആ മകളെയാണ് മറന്നുപോയത്. അപ്പൊ അമ്മമാര് മക്കളെ മറക്കുന്ന ഒരു ലോകത്ത് പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അമ്മമാരെന്ന് പറയുന്നത് അല്ലെ. അവരുടെ ഓർമ്മകളിൽ നമ്മളില്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് കഥയല്ല, ജീവിതമാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്ന് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു താരതമ്യക്കുറിപ്പാണ് അല്ലെ. നമ്മുടെ കഥയുടെ ആശയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കവിതാ ഭാഗമാണ് സാവിത്രി രാജീവിന്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന് പറയുന്ന കവിത. ആ കവിത ടീച്ചർ മുഴുവനായിട്ട് മക്കൾക്ക് ചൊല്ലിത്തരാം. എന്തൊക്കെയാണ് ആ കവിതയിൽ പറയുന്നത് എന്നുള്ളത് ടീച്ചർ പറയാം. ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളുവിന്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ അല്ലെ. ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ 7, 70, 7000 അതിൽ നിറഭേദങ്ങൾ. അപ്പൊ കവിതാഭാഗത്തിലെയും കഥാസന്ദർഭത്തിലെയും ആശയങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അമ്മമാരുടെ അവസ്ഥ ഒരുപോലെയാണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ വരികൾ ടീച്ചർ കംപ്ലീറ്റ് പറഞ്ഞുതരാം. ചിലപ്പോൾ അതൊരു ആസ്വാദനമായിട്ടൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെ. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എന്ന പോലെ എന്താണ് കരുതൽ വേണം. ഉടൽ കയ്യിൽ നിന്ന് വഴുതരുത് അല്ലെ. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. കാലം നേർപ്പിച്ച ആ ഉടൽ കഠിന മണ്ണങ്ങൾ പരത്തുന്ന സോപ്പ് ലായനികൾ കൊണ്ട് പതയ്ക്കരുത്. കണ്ണുകൾ നീച്ചരുത്. ഒരിക്കൽ നിന്നെ കുളിപ്പിച്ചൊരുക്കിയ അമ്മയുടെ കൈകളിൽ അന്ന് നീ കിലുക്കി കളിച്ച വളകൾ കാണില്ല അല്ലെ. അവയുടെ ചിരി ഒച്ചയും നിന്റെ ഇളം കടിയേറ്റ പഴയ മോതിരം ആ വിരലിൽ നിന്ന് എന്നേ വീണു പോയിരിക്കും. എന്നാൽ ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളുവിന്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ അല്ലെ. അപ്പൊ അതാണ് കവിതയുടെ പൂർണ്ണ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒക്കെ ജീവിതം അല്ലെ, നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ അമ്മമാരെന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ആളുകളാണ് അല്ലെ. അമ്മമാരുടെ ഒക്കെ ജീവിതം അല്ലെ, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അമ്മമാരുടെ നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥന പോലെയാണ് അല്ലെ. അവരത്രയും ഭംഗിയിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തത് കൊണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, സമയം ഒക്കെ നമുക്ക് വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ നല്ല കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ടീച്ചറെയൊക്കെ സംബന്ധിച്ച് ടീച്ചറുടെ അമ്മയൊക്കെ അല്ലെ അമ്മയുടെ ലൈഫിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അല്ലെ. ടീച്ചർക്ക് അല്ലെ ഇഷ്ടമുള്ള മിഠായി കഷ്ണങ്ങൾ വരെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട് ടീച്ചർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും അല്ലെ. ഇപ്പൊ എനിക്കൊരു മിഠായിട്ട് ഞാൻ തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കുള്ളൂ? മഴക്കുട്ടിക്ക് കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയും കൂടെ ആയിരിക്കണം. നമ്മളെല്ലാം ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അല്ലെ. അല്ലെ, പുതിയ കാലത്ത് അത്തരത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് വരുന്നുണ്ട്. അപ്പൊ അമ്മമാരെന്ന് പറയുന്നത് എല്ലാ കാലത്തും എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെയല്ല. അമ്മമാർക്ക് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് കരിയർ ഉണ്ട് അല്ലെ. അതിന്റെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ നമ്മൾ എത്ര മുതിർന്നു കഴിഞ്ഞാലും അമ്മമാർക്ക് നമ്മൾ എങ്ങനെയായിരിക്കും? കുഞ്ഞുങ്ങളായിരിക്കും. നമ്മൾ ഏറ്റവും കെയർ ചെയ്തിട്ട് നമ്മളെ നോക്കുന്ന ആരാണ്? അമ്മമാരാണ് അല്ലെ. അപ്പൊ ആ അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് വേറിട്ട് പോകുന്ന അനുഭവമാണ് കഥയിൽ നമ്മൾ പഠിച്ചത്. വേറിട്ട പിന്നെ നിലനിൽപ്പില്ല അല്ലെ. മണ്ണിനോടും മനുഷ്യനോടുമുള്ള വേരുകൾ എന്ന് പറയുന്നത് ആരംഭിക്കുന്ന ആരിൽ നിന്നാണ്? അമ്മയാകുന്ന മണ്ണിൽ നിന്നും, അമ്മയാവുന്ന അല്ലെ അമ്മയിൽ നിന്നുമാണ്. അപ്പൊ അത് കവിതയിൽ സൂചിപ്പിക്കുകയാണ്, കഥയിൽ സൂചിപ്പിക്കുകയാണ്. അതേപോലെ സാവിത്രി രാജീവിന്റെ കവിതയിൽ എന്ത് ചെയ്യണു? അമ്മയുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടമാകുന്ന മകളുടെ
വേദന, അമ്മയുടെ മരണമാണ് അല്ലെ. ചുളിവുകളില്ലാത്ത എണ്ണമില്ലാത്ത ഞൊറിവളകളാണ് എന്ന പ്രയോഗത്തിൽ നിന്ന് അമ്മയുടെ നിസ്സഹായത, വാർദ്ധക്യ കാഴ്ചയാണ് സാവിത്രി രാജീവൻ കാണുന്നത് അല്ലെ. സ്കിൻ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, ആ പ്രായമാകുമ്പോ ഇങ്ങനെ ചുളിയും അല്ലെ. അപ്പൊ ആ ചുളിവുകൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വളകൾ പോലെ, അത് 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് വളകളായിട്ട് എന്ത് ചെയ്യാണ്, ആ വളകളെ ഇങ്ങനെ സങ്കല്പിക്കുകയാണ് കേട്ടോ. അമ്മയുടെ കയ്യിലെ എണ്ണമില്ലാത്ത ചുളിവുകൾ എന്ന് പറയുന്നത് മക്കൾക്കായി ജീവിച്ചതിന്റെ ശേഷിപ്പുകളാണ്. മക്കൾക്ക് വേണ്ടി അല്ലെ, നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ സൂചനകളാണ് ആ ചുളിവുകൾ അല്ലെ. 7 70 70,000 അതിന്റെ നിറഭേദങ്ങൾ എന്ന സംഖ്യാസൂചനയിൽ നിന്ന് അമ്മയുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയെ കരുണാർദ്രതയോടെ നോക്കിക്കാണുന്ന മകളുടെ സങ്കടവും മനോഭാവവും അനുഭവവും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ മക്കളോടുള്ള കരുതലും സ്നേഹവും നിറച്ചു വെച്ച രണ്ട് ജീവിതങ്ങളെ, രണ്ട് അമ്മമാരുടെ ജീവിതങ്ങളെയാണ് സാവിത്രി രാജീവനും അതേപോലെ അഷിതയും. കാരണം സ്ത്രീകൾക്കാണ് കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ അവസ്ഥകൾ. ഇപ്പൊ ടീച്ചറുടെ അമ്മയൊക്കെ ഭയങ്കര അടിക്കും കുത്തും വഴക്കൊക്കെ ആയിരുന്നു. പക്ഷെ ടീച്ചർ കൗമാരകാലത്തൊക്കെ ആകുമ്പോ ഇന്ന് ഡ്രസ്സ് ഇടാൻ പാടില്ല, ഇന്ന് ചെയ്യാൻ പാടില്ല, ഇന്നതുപോലെ സംസാരിക്കുന്ന നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അമ്മമാരാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ അല്ലെ, ഒരു സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന കുട്ടികളാവാൻ, നല്ല കുട്ടി ഇമേജിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ട് വരാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുകാരാണ് നമ്മുടെ അമ്മമാരാണ് അല്ലെ. അങ്ങനെയൊന്നും കഷ്ടപ്പെടരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിടണം അല്ലെ. നല്ല കുട്ടികളാവുക എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ് ആക്ച്വലി. എന്ന് വിചാരിച്ച് മോശം ചെയ്ത് എല്ലാവരും കുരുത്തക്കേടുകൾ കാണിച്ച് നടക്കണം എന്നല്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ, മറ്റുള്ള വേദനിപ്പിക്കാത്ത ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കേണ്ടവർ കൂടെയാണ് നമ്മൾ അല്ലെ. അപ്പോൾ അവർ പറയുന്നത് അനുസരിക്കരുതെന്നല്ല, അവർ പറയുന്നത് അനുസരിക്കുകയും അവർ പറയുന്നത് ഉൾക്കൊള്ളുകയും ചെറുതെറ്റുകൾ അല്ലെ തെരഞ്ഞെടുക്കൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ടീച്ചറുടെ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, എല്ലാത്തിനും വഴക്കായിരുന്നു. പക്ഷെ ടീച്ചർ മഴക്കുട്ടീനൊക്കെ പ്രസവിച്ച സമയത്താണ് ടീച്ചർ അതൊക്കെ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെ. എന്തുകൊണ്ടായിരിക്കാം അമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ടായിരിക്കാം നമ്മളോട് സ്നേഹക്കൂടുതൽ കൊണ്ടാടാ. നമുക്ക് ദോഷം വരുതെന്ന് കരുതി അവരൊന്നും പറയില്ലല്ലോ, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് പറയണത്. അപ്പോൾ അത് പിന്നീടാണ് ടീച്ചർക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീ എഴുത്തുകാർ എപ്പോഴും അല്ലെ എഴുതുന്ന സമയത്ത് അവരുടെ ജീവിതം അല്ലെ, സ്ത്രീ പക്ഷത്തുനിന്ന് എഴുതുമ്പോൾ സ്ത്രീയുടെ പക്ഷം അതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് സാവിത്രി രാജീവനായാലും അഷിതയുടെ കഥകളിലായാലും അത്തരത്തിൽ കുറച്ചുകൂടെ സ്ത്രീപക്ഷപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നമുക്ക് ശക്തമായി കാണാൻ പറ്റുന്നു. അതേപോലെ എന്താണ്, മക്കളോടുള്ള സ്നേഹവും കരുതലും നിറച്ചു വെച്ചിട്ടുള്ള രണ്ട് അമ്മമാരാണ് ഈ രണ്ട് കൃതികളിലും വരുന്നത്. അമ്മമാരുടെ ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണു, മക്കള് വേരറ്റ് അല്ലെ പോകുന്നു അല്ലെ, വേരറ്റ് പോവുകയും ചെയ്യുന്ന ആകുലതകളാണ് എന്ത് ചെയ്യുന്നത്, രണ്ടുപേരും പങ്കുവെക്കുന്നത് അല്ലെ. അപ്പൊ ഈ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന് പറയുന്ന കവിതയും തഥാഗത എന്ന കഥയും അവതരിപ്പിക്കുന്നത് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അമ്മമാരെയാണ്. അപ്പൊ വാർദ്ധക്യത്തിലെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ മകളുടെ സ്പർശത്താൽ അമ്മയുടെ ശരീരകോശങ്ങൾ എന്ത് ചെയ്യുന്നു, ഉണരുന്നു അല്ലെ. ചുളിവുകളൊക്കെ നിവരും അല്ലെ. അങ്ങനെ ശുഷ്കമായിട്ടുള്ള ഓർമ്മയുടെ ചുളിവുകളും നിവരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ കുട്ടിക്കാലം മുതലുള്ള നിറപ്പകിട്ടാർന്ന ഓർമ്മകളും ഉണ്ടാകും എന്ന് എഴുത്തുകാരി എന്ത് ചെയ്യാണ്, കരുതുകയാണ്. അപ്പൊ ഇതൊരു ഷുഗർ അല്ലെ, ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം, എടുത്തു വെക്കാം. ചോദിച്ചാൽ എന്താണ്, നമുക്ക് ഇതൊക്കെ എഴുതാൻ കഴിയണം. കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമുക്ക് നോക്കാനില്ല അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇത്തരത്തിലൊരു ചോദ്യം ഉറപ്പായിട്ടും അല്ലെ, ഒരു കമ്പാരിസണോ ഒരു ആസ്വാദന കുറിപ്പോ ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ കവിത എന്ത് ചെയ്യുക, നന്നായിട്ട് ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോ ബാക്കി പാഠഭാഗങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു തരാൻ അല്ലെ, ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ പാഠഭാഗങ്ങളും നമുക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ, സെറ്റല്ലേ? അപ്പൊ മാരത്തോൺ ലൈവുകളൊക്കെ ആയിട്ട് ടീച്ചർ വരും. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും പഠിക്കട്ടെടാ. എല്ലാവർക്കും ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങളും 2 സബ്ജക്റ്റുകളും ഫസ്റ്റും സെക്കൻഡും ഒക്കെ എന്ത് ചെയ്യണം, 40 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പഠിക്കണം. അപ്പൊ ബൈ, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.